മായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദര ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചന പഠനത്തിലേക്ക് കടക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയാണ്. ബൈബിളിലെ കുടുംബങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 17ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് മർക്കോസിന്റെ കുടുംബം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഗോസ്പൽ TV എന്ന ചാനലിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പുന്നൂസ് തൊടുപുഴയെ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് പതിവ് പോലെ ഇന്ന് രാവിലെ ദൈവവചനവുമായി ഒരുമിച്ച് കൂടാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പ്രിയ സാജു പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മർക്കോസിന്റെ കുടുംബത്തെക്കുറിച്ചാണ്. മർക്കോസിന്റെ കുടുംബത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മർക്കോസിന്റെ കുടുംബം ആ ഭവനം ഉണ്ടായിരുന്നത് യെരുശലേമിലായിരുന്നു. യെരുശലേം ഒരു പുണ്യ ഭൂമിയായി, പുണ്യ നഗരമായി കരുതപ്പെടുന്നു യഹൂദന്മാർ. അവിടെയാണ് ദേവാലയം ഉണ്ടായിരുന്നത്. യഹൂദന്മാരുടെ ദേവാലയം അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആ നഗരത്തെ, ആ പട്ടണത്തെ ഒരു പുണ്യ നഗരമായി കരുതപ്പെടുന്ന ഒരു നഗരമായിരുന്നു. 137 സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങളിലൊക്കെ ബാബിലോണിലിരിക്കുന്ന അടിമകളായിട്ടിരിക്കുന്ന യഹൂദന്മാർ അവർ പറയുന്നത് ഇങ്ങനെയാണ്: യെരുശലേമേ, നിന്നെ ഞാൻ മറന്നെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. അപ്പൊ യെരുശലേമിനെ അവരെ കാണുന്ന അത്ര പവിത്രമായിട്ടും അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമായിട്ടാണ് യെരുശലേമിനെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ യഹൂദന്മാരുടെ ആഗ്രഹം അവിടെ താമസിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ് യഹൂദന്മാരുടെ. അങ്ങനെ സമ്പന്നന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ യെരുശലേം. സമ്പന്നന്മാരാണ് യെരുശലേമിൽ കൂടുതലും താമസിക്കുന്നത്. ദരിദ്രന്മാർ അവിടുന്ന് മാറിയായിരിക്കും താമസിക്കുക. ബാക്കി എല്ലാ സ്ഥലത്തുള്ള യഹൂദന്മാരും അവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടെ ഭൂമിക്ക് വില കൂടുതലാണ്. അവിടെ അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ സമ്പന്നന്മാരാണ് അവിടെ കൂടുതലും താമസിക്കുന്നത്. യഹൂദ മതാധ്യക്ഷന്മാർ ഇവിടെ ആയിരുന്നു താമസിക്കുന്നത്. ആ അവരുടെ മേലധികാരികളെല്ലാം, യഹൂദന്മാരുടെ മേലധികാരികളെല്ലാം അവിടെ യെരുശലേമിൽ തന്നെയായിരുന്നു അവരുടെ താമസം. യേശുവിനും ശിഷ്യന്മാർക്കും ആതിഥേയത്വം അരുളുന്ന ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു യെരുശലേമിൽ. യേശു കർത്താവിന്റെ ശുശ്രൂഷ കൂടുതലും നടന്നത് യെരുശലേമിലാണ്. പക്ഷെ യേശു ശിഷ്യന്മാർ ഗലീലക്കാരാ. അപ്പൊ ഈ ഗലീലായും ഈ യെരുശലേമും തമ്മിൽ ഏകദേശം 70 മൈൽ അകലമുണ്ട്. ഈ 70 മൈൽ അകലം ഉള്ള ആ സ്ഥലത്തേക്ക് യാത്രാ മാർഗങ്ങളില്ല. അവര് കാൽനടയായിട്ടാണ് യാത്ര ചെയ്ത് വരിക, അല്ലെങ്കിൽ കടൽ വഴി ബോട്ടിൽ, വള്ളത്തിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് തിരിച്ചു പോകാൻ പറ്റിയല്ല. ഇത്രയും ദൂരം നടന്ന് എത്താൻ തന്നെ ദിവസങ്ങളോളം വേണം. അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താമസിക്കാൻ ഒരു വീട് യേശു കർത്താവിന്, അവിടെ യേശുവിനും ശിഷ്യന്മാർക്കും ആതിഥേയത്വം വരുന്ന ഒരു വീട് ഉണ്ടായിരുന്നു. 1-2 വീടുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വീടിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഒന്ന് ലാസറിന്റെയും മറിയ മാർത്ത പ്രിയപ്പെട്ടവരുടെയും വീടായിരുന്നു. അടുത്തതാണ് മർക്കോസിന്റെ ഭവനം. ഈ മർക്കോസിന്റെ ഭവനവും ആയിരുന്നു യേശു കർത്താവിന് അവിടെ കൂടുതൽ ആതിഥേയത്വം അരുളുന്ന, കർത്താവിനും ശിഷ്യന്മാർക്കും ഒക്കെ അവിടെ ആതിഥേയത്വം അരുളുന്ന കുടുംബമായിരുന്നു അത്. ഓരോ യഹൂദന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് യെരുശലേമിൽ പെസഹ കഴിക്കുക എന്നത്. ലോകത്തിന്റെ എല്ലായിടത്തുനിന്നും പെസഹ പോലുള്ള പെരുന്നാളുകളിലേക്ക് യഹൂദന്മാരെല്ലാവരും അവിടെ വരുമായിരുന്നു. അങ്ങനെ പലതുകൊണ്ടും യെരുശലേം ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു അവർക്ക്. യേശു പെസഹ ആചരിച്ച ഭവനം ആരുടേതാണെന്ന് ബൈബിള് പറയുന്നില്ല. യേശു കർത്താവ് പെസഹ ആചരിക്കുന്നത് അവിടെ യെരുശലേമിൽ വന്നായിരുന്നു. പക്ഷെ ഇത് ആരുടെ വീട്ടിലാണ് യേശു പെസഹ ആചരിക്കുന്നത് എന്ന് പറയുന്നില്ല. അവിടെ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ, നമ്മൾ എവിടെയാ പെസഹ ഉണ്ടാക്കേണ്ടത്? കർത്താവിന് പെസഹ ആചരിക്കേണ്ടതിന് വേണ്ടി എവിടെയാണ് പെസഹ തയ്യാറാക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു കുടം വെള്ളം കോരിക്കൊണ്ടൊരു സഹോദരൻ വരുന്നത് കാണാം. അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലുക. ആ വീട്ടിൽ ചെന്ന് ഗുരുവിന് പെസഹ ആചരിക്കേണ്ട സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുക എന്നാണ് പറയുന്നത്. ആരുടെ വീടാണെന്ന് അവിടെ പറയുന്നില്ല. എന്നാല് ഇത് മർക്കോസിന്റെ കുടുംബമാണ്, ഭവനമാണ് എന്ന് പൊതുവെ വേദപഠിതാക്കൾ ആണ് അഭിപ്രായപ്പെടുന്നു.
പ്രിയമുള്ളവർ, അങ്ങനെ മർക്കോസിന്റെ കുടുംബം എല്ലാ കാലത്തും യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ മർക്കോസിന്റെ ഭവനം കർത്താവിനൊരു ഒരു ഒരു തണലായിരുന്നു, കർത്താവിനൊരു ആശ്വാസമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് പത്രോസ് ലീഗ അവിടെ 12-ാം അധ്യായത്തിൽ പത്രോസ് ലീഗ ജയിലിൽ പിടിച്ചിട്ട് പത്രോസ് ലീഗയെ ജയിലിലിട്ടു. ഹേരോദാവ് ജയിലിലിട്ട ശേഷം കർത്താവ് പത്രോസിനെ ജയിലിൽ നിന്ന് വിടുവിച്ച ആ പത്രോസ് നേരെ ചെല്ലുന്നത് ഒരു പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ആ വീടിനെ കുറിച്ച് 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത് മർക്കോസിന്റെ വീടായിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പം ഈ യേശു കർത്താവിന് യഥേഷ്ടം യേശുവിനും ശിഷ്യന്മാർക്കും ഒക്കെ ചെല്ലാവുന്ന വീട് ആയിരുന്നു ഈ മർക്കോസിന്റെ ഭവനം. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു കുടുംബമാണ് ഈ മർക്കോസിന്റെ ഭവനം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം വീട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കണം. ആ കുടുംബത്തിൽ പ്രാർത്ഥനയും ആ ദൈവദാസന്മാരെ സ്വീകരിക്കുന്ന ഭവനവും ഒക്കെ ആകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ മർക്കോസിന്റെ ഈ ഭവനം അവർ അതിനുവേണ്ടി തുറന്നു കൊടുക്കുന്ന വീടായിരുന്നു. ക്രിസ്തീയ സഭയുടെ തുടക്കം ഈ വീട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. പെന്തക്കോസ്ത് നാളിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന വീട് മർക്കോസിന്റെ കുടുംബമായിരുന്നു, മർക്കോസിന്റെ ഭവനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, അതൊരു സമ്പന്ന കുടുംബമായിരുന്നു. മർക്കോസിന്റെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത, അതൊരു സമ്പന്ന കുടുംബമായിരുന്നു. സമ്പന്ന കുടുംബമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുടുംബനാഥനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. ആ കാര്യം പുരുഷ മേധാവിത്വമുള്ള കാലമാണ് ആ കാലം. ആ പുരുഷ മേധാവിത്വമുള്ള കാലമായിരുന്നിട്ടും ഈ മർക്കോസിന്റെ പിതാവിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് അദ്ദേഹം അതിനു മുമ്പേ മരിച്ചു പോയിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വലിപ്പമേറിയതും വിശാലമേറിയതുമായ ഒരു മാളിക മുറി, ഒരു അപ്പർ റൂം ആ വീടിനുണ്ടായിരുന്നു. കാര്യം 120 പേര് അവിടെ വന്ന് താമസിക്കുകയും അവര് അവിടെ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട ആഹാര ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വീടായിരുന്നു ആ വീട്. അങ്ങനെയാണ് പെന്തക്കോസ്ത് നാളിൽ അവിടെ ആ ഉപവാസ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ ആ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഏകദേശം 120ഓളം പേര് പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഒരു അപ്പറും 2ാം നില ഉള്ള ഒരു വലിയ വീടായിരുന്നു ഈ വീടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അത്രമാത്രം സൗകര്യപ്രദമായ ഒരു വീടായിരുന്നു. കാര്യം 120 പേർക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവരവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ ഭക്ഷണ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ അവിടെ തന്നെയാണ് നടക്കുന്നത്. അപ്പം അതിന് മാത്രമുള്ള ഒരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ അവിടെ കർത്താവിനെ അറിഞ്ഞവരെ പല തുറയിലുള്ള ആൾക്കാരായിരുന്നു. അവര് ആ കൂട്ടത്തിൽ ദരിദ്രന്മാരുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ സമ്പന്നന്മാരുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നിലയിലുമുള്ള ആൾക്കാര് യേശുവിനെ സുരക്ഷിതമായി സ്വീകരിക്കുക പതിവായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു സമ്പന്ന കുടുംബം, ആ കുടുംബമാണ് മർക്കോസിന്റെ കുടുംബം. പ്രിയമുള്ളവരെ, കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല, സമ്പന്നന്മാർ ഏറെയില്ല. അപ്പോൾ ഏറെയില്ല എന്നാണ് പറയുന്നത്, തീരെയില്ല എന്ന് പറയുന്നില്ല. അപ്പോ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന അവരുടെ സാമ്പത്തിക ചുറ്റുപാട് കർത്താവ് പരിഗണിക്കുന്നില്ല, അവരുടെ യാതൊരു ചുറ്റുപാടുകൾ കർത്താവ് പരിഗണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പാവങ്ങൾക്കും സമ്പന്നന്മാർക്കും വിദ്യ അഭ്യസിച്ചിട്ടുള്ളവർക്കും വിദ്യ അഭ്യസിക്കാത്തവർക്കും ഒക്കെ യേശുവിന്റെ അടുത്ത് വരാം, യേശുവിനെ സ്നേഹിക്കാം. യേശു എല്ലാവരെയും ഒരുപോലെ കാണുന്നു, യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, യേശുവിന് ആതിഥ്യം നൽകുന്ന ഭവനമാണ് ഈ ഭവനം. യേശു കർത്താവിന് ആ ഭവനത്തിൽ യേശു ശിഷ്യന്മാരും പെസഹ ആചരിച്ചു. ഭീഷണിയും അപകട സാധ്യതയും അവഗണിച്ചുകൊണ്ട് ആ ഭവനം യേശുവിനെ സ്വീകരിച്ചു. അവിടെ യെരുശലേമിൽ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അതത്ര സുഖകരമായിട്ടുള്ള ഇടപാടല്ല, സോഷ്യൽ സ്റ്റാറ്റസിനത്ര പറ്റിയതല്ല. കാര്യം അവിടുത്തെ സമൂഹം, യഹൂദ സമൂഹം യേശു കർത്താവിനെ അംഗീകരിക്കുന്നില്ല, യേശുവിന്റെ ശുശ്രൂഷ അവർ അംഗീകരിക്കുന്നില്ല, യേശുവിനെ അവർ തള്ളിപ്പറയുന്നവരാണ്, അവര് യേശുവിനെ കൊന്നുകളയാൻ ആഗ്രഹിക്കുന്നവരാണ്, പലപ്പോഴും യേശുവിനെ ഉപദ്രവിക്കുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശുവിനെ ഏറ്റുപറയുന്നവരെ പള്ളിഭ്രഷ്ടനാക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ, യേശുവിനെ ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ, യേശുവിനെ വീട്ടിൽ സ്വീകരിക്കുന്നവരെ സമുദായം പുറത്താക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ
ഒരു വെല്ലുവിളി അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഭവനം യേശു കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തത്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വെല്ലുവിളികൾ ഉണ്ടാകാം. നിങ്ങളും യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ആരും നിങ്ങളെ സ്വീകരിച്ചെന്ന് വരികയില്ല, ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചെന്ന് വരികയില്ല, ആരും നിങ്ങളെ കൊള്ളാം നല്ല കാര്യമാണ് ചെയ്തത് എന്ന് ആരും നിങ്ങളോട് പറയണം എന്ന് നിർബന്ധമില്ല. പകരം നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ പഴിക്കുകയും നിങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്യാനാണ് സാധ്യതയുള്ളത്. കാലം ഇത്രയും ആയിട്ടും 2000 പരം വർഷങ്ങളായിട്ടും ഇപ്പോഴും യേശു കർത്താവിനെ സ്വീകരിക്കുന്ന കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതികരണം ഇങ്ങനെയാണ്. സമൂഹത്തിൽ നിന്ന് അവര് യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അവരെ എല്ലാവരും മാറ്റി നിർത്തുന്ന സ്വഭാവം 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരെ തുടർന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ യേശുവിനെ സ്വന്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അറിയണം, നമ്മൾ യേശുവിനെ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ സമൂഹം എന്തു പറയുന്നു എന്ന് നോക്കണ്ട. സമൂഹം നമ്മളെ സ്വീകരിച്ചെന്ന് വരികയല്ല, നമ്മൾ ചെയ്യുന്നത് നല്ല എന്ന് പറഞ്ഞെന്ന് വരികയല്ല. പക്ഷെ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരും. അപ്പൊ ഭീഷണിയും അപകട സാധ്യതയും അവഗണിച്ചുകൊണ്ട് ആ ഭവനം യേശുവിനെ സ്വീകരിച്ചു. അവര് യേശു കർത്താവ് തന്റെ സ്വന്തം ഭവനത്തിലും പോലും സഹോദരന്മാര് പറയായിരുന്നു, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ യെരുശലേമിലാണ് പോകേണ്ടത്, അങ്ങോട്ട് ചെല്ല്, അവിടെ പരിപാടിയല്ല നടക്കേണ്ടത് എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെടുകയുണ്ടായിരുന്നു. പക്ഷെ ഈ മർക്കോസിന്റെ കുടുംബം സന്തോഷത്തോടെ കർത്താവിനെ സ്വീകരിക്കുന്ന കുടുംബമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് യേശുവിനോടുള്ള സ്നേഹവും ഭക്തിയും പ്രകടിപ്പിക്കുന്നു. നമ്മളും നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മുടെ വീട് തുറന്നു കൊടുക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നമ്മളെ സമർപ്പിക്കും. യേശുവെ അങ്ങനെ കർത്താവാണെന്ന് പറയുമ്പോൾ, യേശുവെ ഇന്ന് മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾ ഏറ്റു പറയുമ്പോൾ, നമ്മളെ മാത്രമല്ല കർത്താവിന് നമ്മുടെ ഭവനത്തെയും നമുക്കുള്ള സകലവും കർത്താവിനെ സമർപ്പിക്കണം, കർത്താവിന് കൊടുക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. നമ്മുടെ വീട് കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കണം, കർത്താവിന് വേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കണം, കർത്താവിന് വേലക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. നമ്മുടെ സമ്പത്ത് കർത്താവിന് വേലയ്ക്ക് ഉപയോഗിക്കണം. നമ്മുടെ സൗകര്യങ്ങൾ, ചിലപ്പോ നമുക്ക് വണ്ടി ഉണ്ടായിരിക്കും, അത് ഒരു സുവിശേഷ യോഗത്തിന് കൊടുക്കുക, അതൊരു സുവിശേഷ യോഗത്തിന് പോകാൻ ആൾക്കാരെ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ നമുക്കുള്ളതെല്ലാം കർത്താവിന്റെ വേലയ്ക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കേണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അത് നമ്മൾ കർത്താവിനോട് ചെയ്തുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനമാണത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ഭവനം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഭവനത്തെ കാണുന്നുണ്ട്. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലാണ് കാണുന്നത്. അവിടെ പ്രവാചകനും പ്രവാചക ശിഷ്യനും ഒരുമിച്ച് അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വീട്ടിലെ സഹോദരി ആ വീട്ടുകാരോട് പറയാ, നമ്മുടെ ഇതിലെ ഒരു പ്രവാചകൻ സ്ഥിരമായി യാത്ര ചെയ്യുന്നുണ്ട്, നമുക്ക് ആ പ്രവാചകനെ നമ്മുടെ വീട്ടിൽ നിന്ന് വിളിക്കാം, ആ പ്രവാചകനെ വിളിച്ച് നമുക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ പ്രവാചകനെ അവിടെ വിളിച്ച് അവിടെ ആഹാരം കൊടുക്കാൻ തുടങ്ങി. സ്ഥിരമായി അതിലെ പോകുന്ന ആളായതുകൊണ്ട് ആ ഭവനം ആ പ്രവാചകന് വേണ്ടി ഒരു റൂം തന്റെ വീടിനോട് ചേർത്ത് പണിത് ആ വീട്ടിൽ കട്ടിലും മേശയും ഒക്കെ ഇട്ടുകൊടുത്ത് അവർക്ക് വേണ്ട അവർക്ക് താമസിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭവനത്തിന് ഉണ്ടായ പ്രത്യേകത, അവർക്ക് മക്കളില്ലാത്ത കുടുംബമായിരുന്നു. കർത്താവ് അവർക്ക് മക്കളെ കൊടുത്തു. മകൻ മരിച്ചപ്പോ ആ കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി ജീവിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, കർത്താവിന് വേണ്ടി നിങ്ങളൊരു വാതിൽ തുറന്നു കൊടുത്താൽ, കർത്താവിന് വേണ്ടി നിങ്ങളൊരു വീട് തുറന്നു കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളായിരിക്കുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിരിക്കും. കർത്താവ് നിങ്ങളെ മാനിക്കും, നിങ്ങളെ കർത്താവ് സ്നേഹിക്കും. കർത്താവിന്റെ സ്നേഹം ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കാനിടയായി തീരും. പലപ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ വീട് തുറന്നു കൊടുത്താൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നും പേടിക്കണ്ട, കർത്താവിന് വേണ്ടി വീട് തുറന്നു കൊടുക്കുന്നവരെ ഒരു നാളും കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു അത്യാവശ്യം വരുമ്പോ, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോ, പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിന്ന് അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്ക് ഒരു ദോഷം വരികയില്ല. അങ്ങനെ ഈ മർക്കോസിന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ വീട് കർത്താവിന് സ്വന്തം വീട് പോലെ ഉപയോഗിക്കാവുന്ന വീടായിരുന്നു. എപ്പോഴും കയറി ചെല്ലുന്ന വീട്. കർത്താവിന് മാത്രമല്ല, വായിച്ചല്ലോ, ജയിലിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്ന പത്രോസ് നേരെ ചെല്ലുന്നത് ആ വീട്ടിലേക്ക്, മർക്കോസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പ്രിയമുള്ളവർ, അത്ര സ്വാതന്ത്ര്യമുള്ള വീട്, അത്ര യേശുവിന്റെ ശിഷ്യന്മാർക്കും അത്രമാത്രം സ്വാതന്ത്ര്യമുള്ളൊരു വീടായിരുന്നു ഈ മർക്കോസിന്റെ ഭവനം. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? കർത്താവിന്റെ വേലക്കാർക്ക് വരാവുന്ന
ഒരു വീടാണോ നമ്മുടെ വീട്? പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ വീട് കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് പറഞ്ഞു, മുമ്പേ കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടെ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും? കർത്താവിന് വേണ്ടി നമ്മുടെ വീട് തുറന്നു കൊടുക്കുമ്പോൾ, ദൈവരാജ്യം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ വീട് കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ, നമ്മുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മുടെ വീട് തുറന്നു കൊടുക്കുമ്പോൾ, നമ്മുടെ വീട്ടിലുള്ളതും നമ്മളെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവരാജ്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പ്രിയമുള്ളവർ, നമ്മൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കും. നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കും എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. കർത്താവിനെ സ്വീകരിക്കുന്ന ഭവനം എത്ര ഭാഗ്യമുള്ള ഭവനമാണ്. നമ്മുടെ ഭവനം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ വീട് തുറന്നു കൊടുക്കുമ്പോൾ ആ വീടിന്റെ അവസ്ഥ മാറും. ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങൾ പറയട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു കർത്താവ് സക്കായിയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. സക്കായി യേശുവിനെ കാണാൻ ഒരു ദിവസം രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് താൻ ആഗ്രഹിച്ചു യേശുവിനെ കണ്ടേക്കാം. യേശുവിനെ കുറിച്ചാണ് നാട്ടിലെ എല്ലാവരുടെയും സംസാരം. യേശുവാണ് ആ കാലത്തെ ആ നാളുകളിലെ നാട്ടിലെ സംസാര വിഷയം. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, കുഷ്ഠരോഗിയെ സ്നേഹിക്കുന്ന, പാപികളെ സ്നേഹിക്കുന്ന, പാപികളുടെ കൂടെ നടക്കുന്ന ആ യേശുവിനെ കുറിച്ച് സക്കായി കേട്ടപ്പം, സക്കായി ചുങ്കക്കാരന്റെ പ്രമാണിയാ. ആ ചുങ്കക്കാരെ യഹൂദന്മാർ ദോഷിക്കുന്നു. ഒരു യഹൂദനും ഒരു ചുങ്കക്കാരനെ സ്നേഹിക്കുന്നില്ല. കാരണം റോമ ഗവൺമെന്റിന് വേണ്ടി ആ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് കരം പിരിച്ചു കൊടുക്കുന്നയാളാണ് ചുങ്കക്കാരൻ. അദ്ദേഹം ഒരു യഹൂദനുമാണ്. യഹൂദന്മാരെ പിരിച്ച് റോമ ഗവൺമെന്റിന് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അധികമായി മേടിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ചുങ്കക്കാരോട് സമൂഹത്തിന് പൊതുവെ അവഗണനയായിരുന്നു. ആരും ചുങ്കക്കാരെ വീട്ടിൽ സ്വീകരിക്കുകയോ അല്ലെ ചുങ്കക്കാരുടെ വീട്ടിൽ പോവുകയോ ചുങ്കക്കാരുമായിട്ടുള്ള ഇടപാടുകളോ അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച ഈ സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു കർത്താവ് പറയാ. യേശു കർത്താവ് ഇങ്ങനെ നടന്നു വരുമ്പോ യേശുവിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് സക്കായി മരത്തിന് മണ്ടേ കയറി. ആ മരത്തിന്റെ ചുവട്ടിൽ യേശു കർത്താവ് വരുമ്പോ യേശു പറയാ, അവിടെ നിന്നിട്ട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, ആ സക്കായി വളരെ സന്തോഷവാനായി തീർന്നു. സക്കായുടെ വീട് യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തു. അന്ന് യേശു അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, സക്കായുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സക്കായിക്ക് ഉണ്ടായ സംഭവം, പ്രിയമുള്ളവരെ, അതുവരെ തന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു മാനസാന്തരം ഉണ്ടായി. സക്കായി പറയാ, യേശു വീട്ടിൽ വന്നപ്പോ സക്കായിക്കുണ്ടായ അനുഭവം. സക്കായി ഇങ്ങനെ പറയുന്നത്, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ സക്കായിക്ക് ഒരു ഭയങ്കര വ്യത്യാസം, ഭയങ്കരമായ ഒരു മാനസാന്തരം സക്കായിക്കുണ്ടായി. അങ്ങനെ സക്കായിക്ക് മാനസാന്തരം ഉണ്ടായപ്പോ യേശു കർത്താവ് ആ വീട്ടിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യേശുവിന് വേണ്ടി വീട് തുറന്നു കൊടുത്ത ആ സക്കായിയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രിയമുള്ളവരെ, ആ സക്കായി ഒരാളെ യേശുവിനെ സ്വീകരിച്ചപ്പോ, യേശുവിന് വേണ്ടി വീട് തുറന്നു കൊടുത്തപ്പോ കർത്താവ് പറയാ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ വീട് തുറന്നു കൊടുക്കുമ്പോ കർത്താവ് പറയും, ആ വീടിനെ കുറിച്ച് പറയും, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എന്തെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ വീടിന് ഒരു രക്ഷയില്ലെങ്കിൽ, നിങ്ങളുടെ വീട് പ്രയാസത്തിലാണെങ്കിൽ, നിങ്ങളുടെ കടഭാരം മാറുന്നില്ലെങ്കിൽ, നിങ്ങളുടെ രോഗം നിങ്ങളെ വിട്ട് മാറുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പറയും ഒരു രക്ഷയില്ല, എന്നാ ചെയ്തിട്ടും ഒരു രക്ഷയില്ല എന്ന് പറയാറില്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്താൽ, യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്താൽ, യേശുവിന് വേണ്ടി നിങ്ങളുടെ വീട് തുറന്നു കൊടുത്താൽ സംഭവിക്കുന്നത്, കർത്താവ് പറയാണ്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഇവരും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അവൻ ജനിച്ചത് അബ്രഹാമിന്റെ മകനായിട്ടാ, യഹൂദനായിട്ട് അവൻ ജനിച്ചപ്പോൾ മുതലേ അവൻ അബ്രഹാമിന്റെ മകനാ. പക്ഷെ ഇന്നാണ് ഈ വീടിന് രക്ഷ വന്നത്. കാരണം അവൻ ഇന്ന് യഹൂദനായതല്ല, ജനനം കൊണ്ട് യഹൂദന. പക്ഷെ ഇന്നാണ് യേശു വീട്ടിൽ വന്നത്, ഇന്നാണ് യേശുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തത്, ഇന്നാണ് അവന് മാനസാന്തരം ഉണ്ടായത്. അതുകൊണ്ട് കർത്താവ് പറയാ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളും കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ, നിങ്ങളുടെ വീട് കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ, കർത്താവ് നിങ്ങളോട് പറയുന്നത് ഇത് തന്നെയാണ്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ രക്ഷിക്കാനാ യേശു ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിലേക്ക് യേശു കർത്താവ് വന്നത് ഒരു മതം ഉണ്ടാക്കാനല്ല. യേശു കർത്താവ് ക്രിസ്തു മതത്തിന്റെ സ്ഥാപകനല്ല. യേശു കർത്താവ് ക്രിസ്തു മതത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ആളുമല്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരായിരുന്നാലും
നിങ്ങളുടെ പേരെന്തായിരുന്നാലും, നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടയാളാണെങ്കിലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആരെല്ലാം നിങ്ങളെ ദുഷിച്ചാലും, ആ സക്കായിയെ എല്ലാവരും ദുഷിക്കുന്ന ആളായിരുന്നു, എല്ലാവരും സക്കായിയെ മാറ്റി നിർത്തുന്ന ആളായിരുന്നു. എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ആ സക്കായിയുടെ വീട്ടിലേക്ക് യേശു കർത്താവ് ചെന്നപ്പോ ആ വീടിന്റെ അന്തസ് മാറി, ആ വീടിന്റെ നില മാറി, ആ വീടിനെ കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ നില മാറും, നിങ്ങളുടെ അവസ്ഥ മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ രോഗങ്ങൾ മാറും. എത്ര ചെയ്തിട്ടും രക്ഷപ്പെടാത്തത്, എന്തെല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടാത്ത ആ കുടുംബത്തോട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിന് വേണ്ടി വീട് തുറന്നു കൊടുത്താൽ, യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്താൽ, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും, നിങ്ങളുടെ അവസ്ഥകൾ മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത്. പ്രിയമുള്ളവരെ, ആ സക്കായുടെ കുടുംബത്തെ കുറിച്ച് കർത്താവ് പറയാ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അവന്റെ അവസ്ഥയും ആഗ്രഹവും ആവശ്യവും മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വസിക്കേണ്ടതാകുന്നു എന്ന് ഈ സക്കായോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ മാറുന്ന, നമ്മുടെ ആവശ്യം അറിയുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന, നമ്മുടെ ആഗ്രഹം അറിയുന്ന ഒരു നല്ല യേശു കർത്താവുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന യേശു. ആ സക്കായിക്ക് യേശുവിനെ ഒന്ന് കാണാനാണ് ആഗ്രഹിച്ചത്, കാണണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ യേശു കർത്താവ് പറയാ, ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ പോവുക. നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി 1000 സ്റ്റെപ്പ് വെക്കാൻ റെഡിയാ. നിങ്ങൾ കർത്താവിന് വേണ്ടി ഒന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് സംസാരിക്കാൻ കർത്താവിന് ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഇനി മർക്കോസിന്റെ കുടുംബത്തിന്റെ അടുത്ത ഒരു പ്രത്യേകത, മകനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്ന കുടുംബമായിരുന്നു ഈ കുടുംബം. നമ്മൾ ഇതുവരെ ധ്യാനിച്ച കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുടുംബത്തിന്റെ പ്രത്യേകത, മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കുടുംബമായിരുന്നു ഈ കുടുംബം. മറിയയുടെ ഏക മകനായിരുന്നു മർക്കോസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ആ ഭവനത്തിലെ അമ്മയുടെ പേര് മറിയ എന്നാണ്. ആ മർക്കോസിന്റെ അമ്മ മറിയ എന്നവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ അമ്മയെക്കുറിച്ചും ഈ മകനെ കുറിച്ചുമേ നമ്മൾ വായിക്കുന്നുള്ളൂ. അപ്പൊ ഏക മകനാണ് ഈ മകൻ എന്ന് ആണ് പൊതുവെ വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഒരേ ഒരു മകനുള്ള ഭർത്താവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഭവനത്തിൽ നിന്ന് ഈ മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്ത് നോക്കിയേ, അന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരാള് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു അനുഭവമാണ്. എന്ന കാര്യം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, യേശുവിനെ ഏറ്റുപറയുന്നവനെ അവൻ പള്ളി പ്രശ്നനാക്കും, അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, എല്ലാവരും അവനെ ഉപേക്ഷിച്ച് കളയും. അതായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ആ അവസ്ഥയിലും ആ സാഹചര്യത്തിലും ഈ അമ്മ തന്റെ മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിടുന്നതിന് ഒരു മടിയും കാണിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, മറ്റു പലതും കർത്താവിന് വേലയ്ക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം. മകനെയും ആ മറിയ കൊടുത്തു. അമ്മ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനിടയായി തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വീട് തുറന്നു കൊടുത്തു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വീട്ടിലെ അവരുടെ ചിലപ്പോൾ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തേക്ക്. 120 പേര് ഒരു വീട്ടിൽ താമസിക്കുന്നത് എത്ര നാളത്തേക്കെന്ന് അറിയത്തില്ല, എന്ന് പ്രാർത്ഥന കഴിയുമെന്ന് അറിയത്തില്ല. അവർ നേരത്തെ തീരുമാനിച്ച ഡേറ്റും തീരുമാനിച്ചേക്കുന്നതല്ല. അപ്പൊ എത്ര നാളെ പ്രാർത്ഥന ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ എന്നിട്ടും ആ വീട് തുറന്നു കൊടുത്തേക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരാൾ പുറത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാകും. നമുക്ക് ചിലപ്പോ നമുക്ക് വീട്ടിൽ ചിലപ്പോ എന്തെങ്കിലും വിഷയത്തിലൊക്കെ ചിലപ്പോ നമ്മൾ കയർത്ത് സംസാരിക്കുന്ന ആൾക്കാരാകാം. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ല, നമ്മളെല്ലാത്തിലും ലിമിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ മറിയയുടെ കുടുംബം, അല്ലെങ്കിൽ ഈ മർക്കോസിന്റെ കുടുംബം, അത് യേശുവിനും ശിഷ്യന്മാർക്കും വേണ്ടി സദാ തുറന്നു കൊടുത്തിരിക്കുന്നു. അവരുടെ സ്വാതന്ത്ര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട്, അവരുടെ താല്പര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിന് വേണ്ടി വീട് തുറന്നു കൊടുക്കുന്ന കുടുംബമായിരുന്നു ഈ കുടുംബം എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുടുംബത്തിൽ നിന്ന് ഒരേ ഒരു മകനുള്ള ആ മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര പേര് അതിന് തയ്യാറാകും? ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ചിലപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി കർത്താവിന്റെ വേലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ പലതും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ചോദ്യം, നിങ്ങളുടെ മകനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേലക്കാരെ ആവശ്യമുണ്ട്, ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? ഈ മർക്കോസിന്റെ കുടുംബം
വളരെ സന്തോഷത്തോടെ ആ മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കുടുംബമാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ. അങ്ങനെ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ മക്കളെ കൊടുത്താൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥകളെല്ലാം കർത്താവ് മാറ്റും. നിങ്ങൾ കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും പ്രിയമുള്ളവരെ. അപ്പൊ നമ്മുടെ വസ്തുവകകളോ നമ്മുടെ സൗകര്യങ്ങളോ മാത്രമല്ല കർത്താവിന് വേണ്ടത്, നിങ്ങളെ കർത്താവിന് വേണം. നിങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് ആവശ്യമുണ്ട്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ. കർത്താവ് പറഞ്ഞത് ആ മത്തായിയുടെ സുവിശേഷം അവസാന വാക്യങ്ങളിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി എന്റെ ശിഷ്യരാക്കണം. പ്രിയമുള്ളവർ, നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്നത് ശിഷ്യരാകാനാണ് ആക്കിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ശിഷ്യന്മാരാ, നമ്മളാരും വിശ്വാസികളല്ല. കർത്താവിന്റെ സഭയിൽ വിശ്വാസികളില്ല, ദൈവസഭയിൽ വിശ്വാസികളില്ല. പകരം കർത്താവിന്റെ സഭയിൽ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. കർത്താവ് ശിഷ്യന്മാരെ ഉണ്ടാക്കാനാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശിഷ്യരായിട്ടുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും അധ്വാനിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? നിങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ഞങ്ങൾ 44 വർഷം മുമ്പ് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. 44 വർഷം മുമ്പ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഞങ്ങളിങ്ങനെ സഭയിലൊക്കെ പോയി വരുമ്പോ ഒരിക്കലും ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, എന്റെ പിതാവ് അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്റെ ആ മൂത്ത മകനെ ഞാൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞു. ഞാനത് കേൾക്കുന്നുണ്ട്. എനിക്കത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സുവിശേഷ വേലയൊന്നും എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷെ എന്റെ അപ്പം പറയാ, എന്റെ മകനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിച്ച ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചില്ല, മോനെ നീ സുവിശേഷ വേലയ്ക്ക് പോകാവോ എന്ന് ചോദിച്ചിട്ടല്ല എന്റെ അപ്പൻ അങ്ങനെ ചെയ്തത്. എന്റെ അപ്പൻ പറഞ്ഞു, എന്റെ മകനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിടുക, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയാനിടയായി തീർന്നു. പ്രിയമുള്ളവർ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ ചില 2 ആഴ്ച മുമ്പ് ഞാൻ എന്റെ ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ വണ്ടിയുള്ള പാസ്റ്റർമാരെ കണ്ടിട്ടല്ല ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ഞാൻ നല്ല വീടുള്ള പാസ്റ്റർമാരെ കണ്ടിട്ടല്ല ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ആരെങ്കിലും എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് പട്ടിണി കിടന്ന് സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരെ കണ്ടിട്ട, അങ്ങനെയുള്ള ദൈവദാസന്മാരെ കണ്ടിട്ട. സുവിശേഷ വേല അത് കഷ്ടതയുള്ളതാണെന്നും വേദനയുള്ളതാണെന്നും പ്രയാസങ്ങളുള്ളതാണെന്നും മനസ്സിലാക്കിയിട്ട് അത് കണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാ പ്രിയമുള്ളവരെ. ഇടുക്കിയുടെ മലമടക്കുകളിൽ സുവിശേഷ പ്രവർത്തകരില്ലാത്ത കാലത്ത് ആ സമയത്ത് അവിടെ കഷ്ടപ്പെട്ട് സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ നാട്ടിലുള്ള ദൈവദാസന്മാരെ ഒന്നും എനിക്ക് പരിചയമില്ലായിരുന്നു. ആ കാലത്താണ് യേശുവിന് വേണ്ടി എന്റെ പിതാവ് എന്നെ സമർപ്പിച്ചതും ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവർക്ക് കാണാനുള്ളത് അവരുടെ മുമ്പിൽ പോകുന്ന പാസ്റ്റർമാർ, അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരാ. ഞാൻ നിങ്ങൾ പറയാം, അവര് കർത്താവിന് വേണ്ടി ഇറങ്ങിയ സമയം അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. യേശുവിന് വേണ്ടി അവരുടെ വീട് തുറന്നു കൊടുത്തപ്പോ, യേശുവിന് വേണ്ടി അവരെ കൊടുത്തപ്പോ, യേശുവിന് വേണ്ടി അവരെ സമർപ്പിച്ചപ്പോ അവരുടെ അവസ്ഥ കർത്താവ് മാറ്റിയതാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അവസ്ഥയും കർത്താവ് മാറ്റും. നിങ്ങളുടെ അവസ്ഥ എത്ര പരിതാപകരമാണെങ്കിലും, നിങ്ങളെ ഇനി ആർക്കും രക്ഷിക്കാൻ പറ്റിയാൽ തോന്നിയാലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അവസ്ഥയെ കർത്താവ് മാറ്റും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. ഈ മർക്കോസ് പിൽക്കാലത്ത് സഭയ്ക്ക് നൽകിയ സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അന്ന് കൊച്ചായിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ആ മർക്കോസ് തന്റെ തുടർന്നുള്ള ജീവിതത്തിൽ സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്തത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഈ മർക്കോസിന് 2 പേരാണുള്ളത്. ഒന്ന് മർക്കോസ് എന്നും മറ്റൊന്ന് യോഹന്നാൻ എന്നും മറുപേരുള്ള മർക്കോസ് എന്നാണ് ഇത് വായിക്കുന്നത്. യോഹന്നാൻ എന്ന പേര് ആ മർക്കോസിന്റെ എബ്രായ പേരും, മർക്കോസ് എന്ന പേര് അദ്ദേഹത്തിന്റെ പേരുമായിരുന്നു. റോമൻ ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അവിടെയുള്ള പലർക്കും 2 പേരുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പത്രോസിന് വിവിധ പേരുകൾ ഉണ്ടായിരുന്നു. പൗലോസിന് ശൗൽ എന്നും പൗലോസ് എന്നും പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ മർക്കോസിന് 2 പേരുണ്ട്. ഒന്ന് യോഹന്നാൻ എന്നും ഒന്ന് മർക്കോസ് എന്നും. മർക്കോസ് എന്ന പേര് മർക്കോസിന്റെ റോമ പേരും യോഹന്നാൻ എന്ന പേര് അവരുടെ എബ്രായ പേരുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യമായി ഇദ്ദേഹത്തെ പറ്റി നാം വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില. പേര് അവിടെ ആദ്യമായിട്ട് പ്രസ്താവിക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 12-ാം വാക്യം. പത്രോസ് ജയിലിൽ നിന്ന് മോചിതനായി. കർത്താവ് പത്രോസിനെ വിടുവിച്ചു. വിടുവിക്കപ്പെട്ട പത്രോസ്
ചെല്ലുന്ന വീടിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്നത് മർക്കോസിന്റെ ഭവനത്തിലേക്ക് എന്നാണ് അവിടെ വായിക്കുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ആ പേര് വെളിപ്പെടുത്തുന്ന ആദ്യത്തെ ഭാഗമാണ് അത് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യത്തിൽ ഒരു ബാല്യക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ ബാല്യക്കാരൻ ഈ വെള്ളം കോരിക്കൊണ്ട് വരുന്ന ആ ബാല്യക്കാരൻ പെസഹ കഴിക്കുന്നതിന് വേണ്ടി യേശു ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോ പറയുന്ന ആ വെള്ളവും കോരി വരുന്ന ഒരു ബാല്യക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനാണ് ഈ മർക്കോസ്. അപ്പോ ഒരു കാര്യം, ഈ മർക്കോസ് ആ ചെറുപ്പം ആയിരിക്കുന്ന സമയത്ത് വീടിനെ സ്നേഹിക്കുന്നവനായിരുന്നു, സ്വന്തം വീടിനെ കരുതുന്നവനും സ്നേഹിക്കുന്നവനായിരുന്നു. ആ വീട്ടിലേക്ക് വെള്ളം കോരിക്കൊണ്ടിരുക. അവിടുത്തെ പണിക്കാരനല്ല, പകരം അവിടുത്തെ വീട്ടിലെ മകനാ. ആ മകൻ വെള്ളം കോരിക്കൊണ്ട് ചെല്ലുന്നു. അങ്ങനെ ബാല്യക്കാരനാണ് ആ വെള്ളം കോരിക്കൊണ്ട് വരുന്ന ബാല്യക്കാരൻ ഈ മർക്കോസ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാതെയായിത്തീരുന്നത്. മർക്കോസ് പൗലോസിന്റെയും ബർന്നബാസിന്റെയും സഹായിയായിരുന്നു അവരുടെ ഒന്നാം മിഷണറി യാത്രയിൽ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ ഒന്നാം മിഷണറി യാത്രയിൽ പൗലോസിന്റെ കൂടെ ബർന്നബാസിന്റെ കൂടെ മിഷണറി യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു സഹയാത്രികനായിരുന്നു മർക്കോസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നത്. അപ്പൊ താൻ കർത്താവിനെ അറിഞ്ഞപ്പോ തന്നെ വീട്ടിൽ നിന്ന് ഈ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഒന്ന് ഓർത്തേക്ക്, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മേനെ ആരും സംരക്ഷിക്കുന്ന അറിയത്തില്ല. മാത്രമല്ല, ഇത് ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ചു വളർന്ന ചെറുക്കനാണ് ഈ ചെറുക്കൻ മർക്കോസ്. അവന് ഈ പൗലോസിന്റെ കൂടെ ഇറങ്ങി തിരിച്ചാൽ പൗലോസ് എവിടെയാ കിടക്കുന്നത് അറിയത്തില്ല, എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല, എന്നാണ് തിരിച്ചു വരിക എന്നറിയത്തില്ല, തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇതൊന്നും അറിയത്തില്ലാതിരുന്നിട്ടും ഈ പൗലോസിന്റെ മിഷണറി യാത്രയുടെ കൂടെ ഈ മർക്കോസിനെ വിട്ടു ആ കുടുംബം എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? അവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിടാൻ പറ്റുമോ? എന്തിന് ഒരു സഭായോഗത്തിന് നമ്മുടെ മക്കളെ ഒറ്റയ്ക്ക് വിടാൻ നമുക്ക് താല്പര്യമില്ല. എങ്ങാനും മഴ ചാറുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളോട് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു കളയും. ഒരു യൂത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, ഒരു സൺഡേ സ്കൂൾ നടക്കുന്നുണ്ടെങ്കിൽ, അല്ല ഒരു യൂത്ത് ക്യാമ്പ് നടക്കുന്നുണ്ടെങ്കിൽ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ വിടാൻ നിങ്ങൾക്ക് തയ്യാറാണോ? പക്ഷേ ഈ മർക്കോസ്, ഈ ഒരു നല്ല ഭയങ്കര ഒരു ഉന്നത കുടുംബത്തിലുള്ള ഈ മർക്കോസിനെ ഈ പൗലോസിന്റെ കൂടെ അവിടെ ആര് സ്വീകരിക്കുന്നതില്ല. പൗലോസ് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക, ഒരു മിഷണറി യാത്രയാണ്. എങ്ങോട്ടാണ് പോകുന്ന അറിയത്തില്ല, ആര് സ്വീകരിക്കുന്ന അറിയത്തില്ല. അങ്ങനെ പോകുന്ന ഈ പൗലോസിന്റെ കൂടെ മർക്കോസിനെ വിടാൻ ആ വീട്ടുകാർക്ക്, മർക്കോസിന്റെ അമ്മയ്ക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. ഈ മർക്കോസിന്റെ കൂടെ പോകാനും യാതൊരു മടി ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ പൗലോസിന്റെ ബർന്നബാസിന്റെ സഹായിയായി അവിടെ പോകുന്നത്, മർക്കോസ് പോകുന്നത് സുവിശേഷം പ്രസംഗിക്കാനല്ല, പകരം ഈ പൗലോസിനെ സഹായിക്കാൻ, ബർന്നബാസിനെ സഹായിക്കാൻ, അവരുടെ ബാഗ് പിടിക്കാൻ, അവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ, അതിനൊക്കെ വേണ്ടി ഒരു സഹായിയായിട്ട് ഒരു സഹായിയായിട്ടാണ് ഈ മർക്കോസ് അവരുടെ കൂടെ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ മർക്കോസ് ഈ ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്നു. ആ മർക്കോസിനെ നമുക്ക് ഫിലമോന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോ പൗലോസ് ലേഖനം എഴുതുമ്പോ ഇവിടെ തിമോത്തിയോസിനോട് പറയാ, തിമോത്തിയോസെ, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ള ആളാ, അതുകൊണ്ട് നീ വരുമ്പോ മർക്കോസിനെ കൂടെ കൊണ്ടുവരണം. ഇപ്പൊ എന്റെ കൂടെ ലൂക്കോസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് മർക്കോസിനെ കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം, കാരണം അവൻ എനിക്ക് പ്രയോജനമുള്ളവനാണ്. പ്രിയമുള്ളവർ, നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാണോ? വേണ്ട. കർത്താവിന് പൗലോസ് പറയുന്നത് കർത്താവിന് പ്രയോജനം ഉണ്ടെന്നല്ല, പൗലോസിന് പ്രയോജനം ഉണ്ടെന്ന ചോദ്യം. നമ്മൾ കർത്താവിന്റെ ദാസന്മാർക്ക് നമ്മൾ അവർക്ക് തലവേദനയാണോ, അതോ നമ്മൾ അവർക്ക് പ്രയോജനമാണോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശുശ്രൂഷകർക്ക് നിങ്ങളൊരു ആശ്വാസമാകണം, നിങ്ങളുടെ ശുശ്രൂഷകർക്ക് നിങ്ങളൊരു സമാധാനമാകണം, അവർക്ക് നിങ്ങൾ പ്രയോജനമുള്ളവരാകണം. നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് തലവേദന എടുക്കരുത്, അവരുടെ വീപ്പി കൂടരുത്, അവരെ നിങ്ങൾ സഹായിക്കുന്നവരാകണം, അവരെ നിങ്ങൾ കരുതുന്നവരാകണം. ഈ മർക്കോസിനെ കുറിച്ച് പൗലോസ് പറയുക, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാ. ഈ ലേഖനം എഴുതുമ്പോൾ മർക്കോസ് ചെറുപ്പക്കാരനല്ല,
അവൻ പ്രായമായ മനുഷ്യന് ഒരു നല്ല 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 പുരുഷനായി മാറി, നല്ല ഒരാളായി, വലിയ ആളായി മാറിയിട്ടുണ്ട്. അവിടുന്ന് മിഷണറി യാത്ര കഴിഞ്ഞ് ഈ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2 തിമോത്തിയോസിന്റെ ലേഖനം പൗലോസ് അപ്പോസ്തലന്റെ അവസാനത്തെ ലേഖന, ആ സുവിശേഷ വേല തീരുന്ന സമയ. അപ്പോ അത്രയും കാലത്തെ ദീർഘവർഷത്തെ ആ യാത്രയ്ക്ക് ശേഷവും ഇപ്പോഴും പൗലോസ് പറയാ, അവൻ എനിക്ക് പ്രയോജനമുള്ളവൻ. നമ്മളൊക്കെ ചിലപ്പോൾ ആരുടെയും കൂടെയൊക്കെ നിൽക്കുമായിരിക്കും, കുറച്ച് ദിവസമൊക്കെ നിൽക്കുമായിരിക്കും, വേണ്ട 2 വർഷം 3 വർഷം നിൽക്കുമായിരിക്കും. 2-3 വർഷം ഏതെങ്കിലും ഒരു ദൈവാസിന്റെ കൂടെ നിന്നാൽ പിന്നെ നമ്മൾ അവിടുന്ന് മാറിപ്പോയി കളയും. അവിടുന്ന് മാറിപ്പോയി ഒന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്വന്തമായിട്ട് പരിപാടി തുടങ്ങും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എങ്ങോട്ടെങ്കിലും പോയി കളയും, അല്ലെങ്കിൽ സുവിശേഷ വേല തന്നെ വേണ്ടെന്ന് വെക്കും. പ്രിയമുള്ളവരെ, ഈ കാലങ്ങളോളം ഈ സുവിശേഷ വേല ചെയ്ത മർക്കോസ് വീണ്ടും റെഡിയാ ഈ പൗലോസിന്റെ കൂടെ വരാൻ. എങ്ങോട്ടാ വരുന്നത്? ജയിലിലേക്കാണ് വരുന്നത്. പൗലോസിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ജയിലിലേക്കാണ് വരേണ്ടത്. പ്രിയമുള്ളവരെ, അതാണ് മർക്കോസിന്റെ ഒരു സമർപ്പണം. മർക്കോസ് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ദൈവദാസന്മാർക്ക് നിങ്ങൾ ഒരു ആശ്വാസമായി തീരണം. അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അവരെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, അവരെ നിങ്ങൾ കരുതുന്നവരാകണം. ഈ മർക്കോസ് ഈ പ്രായം ആകുന്ന സമയത്തും ഈ നല്ല ചെറുപ്പക്കാരായിട്ടിരിക്കുമ്പോഴല്ല, വീണ്ടും കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴും ഈ പൗലോസിന്റെ കൂടെ നിൽക്കാൻ, പൗലോസിനോട് ചേർന്ന് നിൽക്കാൻ ഈ മർക്കോസ് മനസ്സുള്ളയാളായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നത്. മർക്കോസിന്റെ അമ്മ അവന് ബർന്നബാസ്, മർക്കോസിന്റെ അമ്മാവനാണ് ബർന്നബാസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നത്. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ബർന്നബാസിന്റെ മർക്കോസിന്റെ അമ്മാവനാണ് ഈ ബർന്നബാസ് എന്നാണ് മനസ്സിലാക്കേണ്ടതായിരുന്നത്. അപ്പൊ അമ്മാവനും മരുമോനും ഒരുമിച്ച് സുവിശേഷ വേല ചെയ്യുന്നു. അമ്മാവന്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് പോകുന്ന ആളായിരുന്നു മർക്കോസ് എന്നാണ് മനസ്സിലാക്കുന്നത്. പത്രോസ് തന്നെ മകനെ പോലെയാണ് സ്നേഹിച്ചത്. അതുപോലെ പത്രോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് മകനായ മർക്കോസ് എന്നാണ് മർക്കോസിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പൊ എല്ലാ സുവിശേഷകർക്കും ഇവനൊരു ആശ്വാസമായിരുന്നു. ബർന്നബാസിന് ഇവൻ ആശ്വാസമായിരുന്നു. പൗലോസിന് മർക്കോസിന് ആശ്വാസമായിരുന്നു. പത്രോസ് പറയാ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് പത്രോസിന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചയാളാണ് മർക്കോസ്. ആ മർക്കോസിനെ കുറിച്ച് പൗലോസും 2 സുവിശേഷ ധീരന്മാരായ സുവിശേഷകർ അവർ പറയാ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മർക്കോസ്. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നമ്മളെ കുറിച്ച് അങ്ങനെ നല്ല അഭിപ്രായം പറയാൻ നമ്മുടെ ലീഡേഴ്സിന് പറ്റുമോ? നമ്മുടെ ശുശ്രൂഷകർക്ക് പറ്റുമോ? നമുക്ക് അങ്ങനെ ആയിത്തീരാം. പത്രോസ് പറയാ, എനിക്ക് മകനായ എന്റെ മകൻ മർക്കോസ് എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ ഒരു മകനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കാൻ, ആ ഒരു പിതാവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് പോലെ, ഒരു പിതാവിന്റെ കൂടെ നിൽക്കുന്നത് പോലെ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രിയമുള്ളവരെ നമ്മൾക്ക് പറ്റുമോ? നമ്മൾ അതിന് സമർപ്പിതരാണോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കുമ്പോൾ അങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്. ഈ കുടുംബം അത്ര സന്തോഷത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിരിക്കുന്ന കുടുംബമായിരുന്നു. ഇന്നത്തെ പോലെയുള്ള യാതൊരു സൗകര്യങ്ങളും സുവിശേഷകർക്ക് ഉണ്ടായിരുന്നില്ല. എവിടെ ചെന്നാലും പൗലോസിന്റെ മിശ്ര യാത്രയിൽ ഈ മർക്കോസ് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൗലോസിന് പോയിടത്തെല്ലാം കിട്ടിയത് കല്ലേറാ കിട്ടിയത്. എല്ലായിടത്തു നിന്നും കല്ലേറ് കിട്ടി, എല്ലായിടത്തു നിന്നും തല്ല് കിട്ടി, ഉപദ്രവിക്കപ്പെട്ടു. അപ്പൊ പൗലോസിന്റെ കൂടെ നിൽക്കുന്ന ഈ മർക്കോസും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മർക്കോസും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഉപദ്രവിക്കപ്പെട്ട ആണ്. അങ്ങനെ അവര് ഉപദ്രവിക്കപ്പെടുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. മിക്ക സ്ഥലങ്ങളിലും ഈ പൗലോസ് സുവിശേഷ വേല ചെയ്യുമ്പോൾ അവിടെ ഏറ് കിട്ടുന്നുണ്ട്, തല്ല് കിട്ടുന്നുണ്ട്, ചിലയിടത്തുനിന്ന് മരിച്ചവനെ പോലെ ആയി എന്നൊക്കെയാ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടിട്ടും പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന കാര്യത്തിൽ മർക്കോസിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മർക്കോസ് പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യാൻ മർക്കോസ് റെഡിയായിരുന്നു. ഞാൻ നിങ്ങൾ പറയട്ടെ, നമ്മുടെ ജീവിതവും കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നല്ല സൗകര്യങ്ങൾ മാത്രമായിരിക്കില്ല, നമുക്ക് നല്ല ദിവസങ്ങൾ മാത്രമായിരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രിയമുള്ളവരെ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ കൂടെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതയാത്ര മേലോട്ടായിരിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ആ പത്രോസ് പറയാ, എന്റെ മകനായ മർക്കോസ്. നമുക്ക് അങ്ങനെ നമ്മുടെ 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 ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു മകനെ പോലെ കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു നല്ല അനുഭവം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. അതാണ് സമർപ്പണം. അതിനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. മർക്കോസ് ആണ് ഒന്നാമത് സുവിശേഷം എഴുതിയ ആള്. മർക്കോസിന്റെ അടുത്ത പ്രത്യേകത, മർക്കോസ് ആണ് ഒന്നാമത് സുവിശേഷം എഴുതിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. ബാക്കി 3 സുവിശേഷങ്ങളും അതിനുശേഷം ഉളവായതാണ്. മർക്കോസ് യേശുവിന്റെ ശിഷ്യനായിരുന്നില്ല, എന്നിട്ടും മർക്കോസിന് ഒരു താല്പര്യം ഉണ്ടായി. ഈ കർത്താവിനെ കുറിച്ച് നാട്ടുകാരോടെല്ലാം അറിയിക്കണം. സുവിശേഷം എഴുതിയത് ഇങ്ങനെ ബൈബിളിനകത്ത് ചേർക്കുമെന്ന് ഓർത്തുണ്ടോ
ഇങ്ങനെ ബൈബിളിനകത്ത് ഇത് ചേർത്ത് ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്നു, എല്ലാ കാലങ്ങളിലും അത് നിലനിൽക്കുന്നു, മർക്കോസ് എഴുതിയെന്ന് നാട്ടുകാരെല്ലാം അറിയുന്നൊക്കെ ഓർത്തുണ്ടെന്നുമല്ല. ഏത് വിധേനയും യേശുവിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. സുവിശേഷകരുടെ ലക്ഷ്യം യേശുവിനെ നാട്ടുകാരറിയുക, മറ്റുള്ളവർ അറിയുക എന്നുള്ളതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്നെ കേൾക്കുന്ന പലരും രക്ഷിക്കപ്പെട്ടിട്ട് വർഷങ്ങളായി കാണും, നാളുകൾ ഒത്തിരിയായി കാണും. ചോദ്യം, നിങ്ങൾ മുഖേന ആരെങ്കിലും യേശുവിനെ അറിഞ്ഞോ? നിങ്ങൾ ആരോടെങ്കിലും യേശുവിനെ പറഞ്ഞോ? യേശുവിനെ പറയാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിച്ചോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാവിലെ ഞാൻ എന്റെ വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലിൽ കൂടിയായി ഈ സുവിശേഷം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ മീഡിയകളൊക്കെ ഇന്ന് വളർന്നിരിക്കുന്നു. ഈ മീഡിയകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നമുക്ക് യൂട്യൂബ് ഉണ്ട്, നമുക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി മീഡിയകൾ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ. നമുക്ക് സൂമുകളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളാ ഈ കാലഘട്ടത്തിൽ നമുക്കുള്ളത്. നമ്മൾ ഇതുവല്ല ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത സമയത്ത് മർക്കോസ് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മർക്കോസ് സുവിശേഷം എഴുതി. അന്ന് സുവിശേഷം എഴുതണമെങ്കിൽ നമുക്കിന്ന് ലഭിക്കുന്നത് പോലെ നോട്ട്ബുക്ക് കിട്ടത്തില്ല, നമുക്കിന്ന് ലഭിക്കുന്നത് പോലെ പേന കിട്ടത്തില്ല. പ്രിയമുള്ളവരെ, അവരെഴുതുന്നത് പാപ്പർസ് താളുകളിലൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ തോല് മൃഗങ്ങളുടെ തൊകലെടുത്ത് ആ തോല് ഉണക്കിയെടുത്ത് അതേലാണ് എഴുതുന്നത്. തുവലുകൾ കൊണ്ട് മഷിമുക്കി എഴുതണം, അങ്ങനെയാണ് എഴുതുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ടാണ് സുവിശേഷം എഴുതുന്നത്. മർക്കോസിന്റെ സുവിശേഷം എഴുതിയ സുവിശേഷം ഒന്ന് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഒരു അലമാരി തന്നെ വേണ്ടി വരും. ഒരു ബുക്ക്, ഇതുപോലെ ഒരു ബുക്കിനകത്ത് എഴുതി ചേർക്കാൻ പറ്റിയാൽ തൊകൽ ചുരുളുകളാ എഴുതുന്നത്, വലിയ അക്ഷരത്തിലാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ചു വെക്കാൻ വളരെ പ്രയാസം. പ്രിയമുള്ളവരെ, മർക്കോസ് ഈ കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. മർക്കോസ് വീണ്ടും ഈ സുവിശേഷം എഴുതി നാട്ടുകാരെ അറിയിക്കുക, ഞാൻ അറിഞ്ഞ യേശുവിനെ, ഞാൻ കണ്ട യേശുവിനെ, ഞാൻ മനസ്സിലാക്കിയ യേശുവിനെ എല്ലാവരും അറിയണം. അതാണ് രക്ഷിക്കപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിലെ ആഗ്രഹം. ഞാൻ ചോദിക്കട്ടെ, നമുക്കത് സാധിക്കുന്നുണ്ടോ? നമുക്ക് എന്തെല്ലാം മാധ്യമങ്ങളുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ വാട്സാപ്പിലും ഒക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നു, എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നു. ആ മാധ്യമം നമുക്ക് യേശുവിനെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഇത്രയും സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോ നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ? യേശു കർത്താവിനെ എല്ലാവരും അറിയണം, യേശുവിനെ എല്ലാവരും അറിയണം. എല്ലാവരും യേശുവിനെ അറിയുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും, എല്ലാവരും വിടുവിക്കപ്പെടും, എല്ലാവരും സൗഖ്യമാകും, എല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, അതറിയിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടേതാണ്. നമ്മുടെ കയ്യിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്ക് വേറെ എങ്ങും പോയി പറയേണ്ട സാഹചര്യങ്ങൾ പോലും ഇപ്പൊ ഇല്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് സുവിശേഷം അറിയിക്കാം, ആരോടും പറയാം, ആരോട് വേണമെങ്കിലും സുവിശേഷം അറിയിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാ. മർക്കോസ് മറ്റാരും സുവിശേഷം എഴുതുന്നതിന് മുമ്പേ, യോഹന്നാൻ എഴുതുന്നതിന് മുമ്പേ, പ്രിയമുള്ളവരെ ലൂക്കോസ് എഴുതുന്നതിന് മുമ്പേ, മത്തായി എഴുതുന്നതിന് മുമ്പേ, യേശുവിന്റെ ശിഷ്യന്മാർ പോലും എഴുതുന്നതിന് മുമ്പേ മർക്കോസ് ആഗ്രഹിച്ചു ഈ സുവിശേഷം, ഈ യേശുവിനെ നാട്ടുകാരാണ്. ആരെങ്കിലും എഴുതി കഴിഞ്ഞപ്പോ അവരെഴുതിയത് കൊണ്ട് ഞാൻ പറഞ്ഞു എഴുതിയേക്കാം, അങ്ങനെ എഴുതിയതല്ല മർക്കോസ് സുവിശേഷം. മർക്കോസ് ആദ്യം എഴുതുന്നത്, പ്രിയമുള്ളവരെ, നമുക്കും മറ്റുള്ളവരെ ആകുന്നതിനേക്കാൾ നമുക്ക് സ്വന്തമായി നമുക്ക് കർത്താവിനെ അറിയിക്കാം, മറ്റുള്ളവരോട് യേശുവിനെ പറയാം. പ്രിയമുള്ളവരെ, അതിന് ഏതൊക്കെ മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കാവോ ആ മാധ്യമങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ആ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലാവരും അറിയണം യേശുവിനെ, എല്ലാവരും യേശുവിനെ സ്വന്തമായി ജീവിക്കണം, എല്ലാ പാപികളും മാനസാന്തരപ്പെടണം, എല്ലാവരും സ്വർഗത്തിന്റെ ഭാഗമായി തീരണം. അതാണ് മർക്കോസിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് സുവിശേഷം മർക്കോസ് എഴുതാനിടയായി തീർന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, റോമിലും ഈജിപ്തിലും ബെനീസിലും താൻ പ്രവർത്തിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. തന്റെ ജീവിതകാലം മുഴുവൻ ഈ പൗലോസിന് ശേഷവും ഈ മർക്കോസ് സുവിശേഷവേല നിർത്തിയില്ല. താൻ തന്റെ ശുശ്രൂഷ റോമിലും ഈജിപ്തിലും ഒക്കെ താൻ സുവിശേഷവേല ചെയ്തിരുന്നു എന്നാണ്, ബെനീസിലും ഒക്കെ താൻ സുവിശേഷവേല ചെയ്തു എന്നാണ് വേദപഠിതാക്കൾ പറയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളയാൾ, അല്ലെങ്കിൽ നമ്മുടെ നേതാവ്, നമ്മുടെ മുമ്പിലുള്ള ഒരു ലീഡർ, അദ്ദേഹം മരിച്ചു പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം സുവിശേഷ വേല നിർത്തിവെച്ചാൽ, പ്രിയമുള്ളവരെ, തീർന്നു പോകുന്നതല്ല നമ്മുടെ സമർപ്പണം. നമ്മുടെ യേശുവുമായിട്ടാണ് ബന്ധം. ഞാൻ യേശുവിനെയാണ് സമർപ്പിച്ചത്, ഞാൻ യേശുവിന് വേണ്ടിയാ എന്നെ സമർപ്പിച്ചത്. നമുക്കങ്ങനെ യേശുവിന് വേണ്ടി സമർപ്പിക്കാം. എന്റെ ജീവിതകാലം മുഴുവൻ ആരെല്ലാം എന്നെ ഇട്ടേച്ചു പോയാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം എന്നെ തള്ളി പറഞ്ഞാലും, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ യേശുവെ അങ്ങയെ പിൻപറ്റും, ഞാൻ ഈ കർത്താവിന്റെ വേല ചെയ്യും, ഞാൻ ഈ യേശുവിനോട് ജീവിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയാ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. മർക്കോസിന്റെ ജീവിതകാലം മുഴുവൻ താൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആളായിരുന്നു.
സുവിശേഷം അറിയിക്കുന്ന ആളായിരുന്നു, അതിനുവേണ്ടി പുസ്തകം എഴുതുന്ന ആളായിരുന്നു. അങ്ങനെ വിവിധ വിവിധ മാർഗങ്ങളിലൂടെ ഏത് വിധേനയും ഒരാളും കൂടെ യേശുവിനെ അറിയണം, ഒരു കുടുംബം കൂടെ യേശുവിനെ അറിയണം, ഒരു കുടുംബം കൂടെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയായിരുന്നു മാർക്കോസ്. പ്രിയമുള്ളവർ, ഞാൻ ഓർപ്പിക്കട്ടെ, 44 വർഷം മുമ്പ് ഞങ്ങളുടെ വീട് ഒരു നരകമായിരുന്നു. ഞങ്ങളുടെ വീട് തകർന്ന കുടുംബമായിരുന്നു. പ്രിയമുള്ളവർ, എൻ്റെ അപ്പൻ ഞങ്ങളെ 4 മക്കളെയും അമ്മയും കൊന്ന് കുഴിച്ചിടാൻ വേണ്ടി കുഴിയൊക്കെ കുത്തിയിട്ട് മദ്യപിക്കാൻ പോയതാ. അന്ന് പോയി തിരിച്ചു വരുന്ന വഴിക്ക്, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി തിരിച്ചു വരുന്ന വഴിക്ക്, പ്രിയമുള്ളവർ, ഞങ്ങളുടെ തൊട്ടയലോക്കത്തെ ഒരു 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 ദരിദ്ര കുടുംബത്തിലെ ഒരു മനുഷ്യൻ, എൻ്റെ അപ്പന്റെ സുഹൃത്താ, അദ്ദേഹം എൻ്റെ അപ്പനെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് അന്ന് വിളിച്ചത് കൊണ്ടാ എൻ്റെ അപ്പം പ്രാർത്ഥന കൂടാൻ പോയതല്ല, പക്ഷെ പ്രാർത്ഥനക്കാരെ ഓടിക്കാൻ പോയതാ. പക്ഷെ അന്ന് ആ മനുഷ്യനെ, എൻ്റെ അപ്പനെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചത് കൊണ്ടാ, പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത്. ഞാൻ ഇന്ന് നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആരോടെങ്കിലും യേശുവിനെ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ആരോടെങ്കിലും യേശുവിനെ പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും യേശുവിനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് ചെയ്യേണ്ടവരല്ലേ? നിങ്ങളും യേശുവിനെ മറ്റുള്ളവർ കൊടുക്കേണ്ടവരല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ യേശുവിനെ പറയുന്നവരായി തീരണം. എല്ലാ ദിവസവും യേശുവിനെ പറയണം. യേശു ദോഷമൊന്നും ചെയ്യുന്നില്ല. യേശു നിങ്ങൾക്കൊരു ദോഷം ചെയ്യല, യേശുവിനെ കേൾക്കുന്നവർക്ക് ദോഷം ചെയ്യല. യേശു കർത്താവ് ആരെയും ദോഷിക്കുന്നില്ല, ആർക്കും ഒരു വേദന വരുത്തുന്നില്ല. ആ മർക്കോസിനെ പോലെ നമുക്ക് ഏത് വിധത്തിലും ഒന്നോർത്തേക്ക്, വേറെ ആരും സുവിശേഷം എഴുതുന്നതിന് മുമ്പ് അങ്ങനെ ഒരു മാധ്യമം ഈ മർക്കോസ് കണ്ടുപിടിച്ചു. പുതിയ ഒരു മാധ്യമം മർക്കോസ് ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും ഒരു പുതിയ വഴിയിലൂടെ യേശുവിനെ അറിയിക്കാം. നിങ്ങൾക്ക് പുതിയ മാർഗത്തിലൂടെ യേശുവിനെ അറിയാം. എങ്ങനെങ്കിലും ഏത് വിധേനയും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ രീതി തന്നെ തുടരണ്ട. നിങ്ങൾക്ക് ഒരു പുതിയ രീതിയിലൂടെ യേശുവിനെ അറിയിക്കാൻ. പ്രിയമുള്ളവരെ, മറ്റൊരു രീതിയിലൂടെ യേശുവിനെ അറിയിക്കാൻ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു മജീഷ്യനാണ്. അദ്ദേഹം ഒരു മാജിക് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു നല്ല അറിയപ്പെടുന്ന ഒരു മജീഷ്യനാണ് അദ്ദേഹം കർത്താവിനെ സുദർശിതമായി സ്വീകരിച്ചു. ആ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പരസ്യങ്ങൾ നടത്താറുണ്ട്, കൺവെൻഷനുകൾ നടത്താറുണ്ട്. സാധാരണ ഒരു ഒരു ശുശ്രൂഷകർ ചെയ്യുന്ന പോലെ അല്ല അദ്ദേഹത്തിന്റെ കൺവെൻഷൻ, അദ്ദേഹത്തിന്റെ പരസ്യങ്ങൾ. പകരം അദ്ദേഹം പഠിച്ചിട്ടുള്ള ആ മാജിക്കിലൂടെ സുവിശേഷം അറിയിക്കുന്നു. മാജിക് ഷോ കാണിച്ചിട്ട് അതിലൂടെ യേശുവിനെ അറിയിക്കുന്നു. ഞാൻ നിങ്ങൾ പറയാം, നിങ്ങൾക്കും പുതിയ പുതിയ വഴികൾ തിരഞ്ഞെടുക്കാം, പുതിയ പുതിയ മാർഗം തിരഞ്ഞെടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് യേശുവിനെ പറയാം. അത് മർക്കോസ് ആ സുവിശേഷം ആദ്യമായിട്ട് എഴുതി അങ്ങനെ സുവിശേഷം പ്രചരിപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സൗകര്യങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ യേശുവിനെ പറയാൻ, മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തീയ സഭ ഏറ്റവും കടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമാണ് ഈ മർക്കോസിന്റെ കുടുംബം. ഒന്ന്, യേശു ജീവനോടുള്ള സമയം, യേശു ശരീരത്തിൽ അവിടെയുള്ള സമയത്ത് യേശുവിന് ആതിഥ്യം വരുന്ന കുടുംബം, യേശുവിനെ സ്വീകരിക്കുന്ന കുടുംബം, യേശുവിന് ശിഷ്യന്മാർക്ക് എപ്പോഴും കയറി ചെല്ലാൻ തുറന്നു കിടക്കുന്ന വീട്. യേശുവിന് ശേഷവും, യേശു കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട ശേഷവും ഈ വീട് അടയപ്പെട്ടില്ല, സുവിശേഷത്തിന് വേണ്ടി അടയപ്പെട്ടില്ല. അത് വീണ്ടും തുറന്നു കിടന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അവിടെ കൂട്ടായ്മ ആരംഭിക്കുന്നത് ആ ഭവനത്തിലായിരുന്നു. തീർന്നില്ല, അതിനുശേഷം സഭ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി വരുമ്പോ അതിന്റെ 7-ാം അധ്യായം ഒക്കെ വരുമ്പോഴത്തേക്കും സഭ പീഡിപ്പിക്കപ്പെട്ടു, സഭ ചെതറിക്കപ്പെട്ടു. അവിടെ എല്ലാവരും വിവിധ സ്ഥലങ്ങളിലേക്ക് ചെതറിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ടും ഈ വീട് സുവിശേഷത്തിന് വേണ്ടി അടയുന്നില്ല. വീണ്ടും ആ വീട് തുറന്നു തന്നെ കർത്താവിന് വേണ്ടിയും കർത്താവിന്റെ മക്കൾക്ക് വേണ്ടിയും ആ വീട് തുറന്നു തന്നെ കിടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ആ വീട് തുറന്നു കിടക്കുകയാണ്. അവിടെ പത്രോസ് യാക്കോബിനെ ഹെരോദാവ് കൊന്നു, പത്രോസിനെ ജയിലിലാക്കിയിരിക്കുന്നു. അങ്ങനെ സുവിശേഷത്തിന് ഭയങ്കര പ്രതിസന്ധി ഉള്ളപ്പോ, സുവിശേഷം അറിയിക്കുന്നവരെല്ലാം കൊന്നുകളയുന്ന സമയത്ത് ഈ വീട് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു മീറ്റിംഗ് നടത്തുമ്പോൾ, നമ്മളൊരു പ്രാർത്ഥന നടത്തുമ്പോൾ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ, ഇനി മേലെ നടത്തിയേക്കരുതെന്ന് പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന വേണ്ട, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കരുതെന്ന് പറയും, നമ്മുടെ വീട്ടിൽ സ്വത്രം പറയാൻ സമ്മതിക്കുകയില്ല, ശബ്ദം ഉണ്ടാക്കാൻ അനുവദിക്കുകയില്ല. പ്രിയമുള്ളവരെ, പക്ഷെ മർക്കോസിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത, എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, സമൂഹത്തിൽ വളരെ അവഗണിക്കപ്പെട്ടിട്ടും, സുവിശേഷം അറിയിക്കുന്നവരെ കൊല ചെയ്യുമ്പോഴും ഈ വീട് സുവിശേഷത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. പത്രോസ് ജയിലിൽ നിന്ന് നേരെ പോകുന്നത് മർക്കോസിന്റെ ഭവനത്തിലേക്കാ. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ നിങ്ങളെ തളർത്തി കളയരുത്, പ്രതികൂലങ്ങൾ നിങ്ങളെ നശിപ്പിച്ച് കളയരുത്. അതുകൊണ്ട് എല്ലാ കാലത്തും എന്നും ഓർമ്മിക്കുന്ന കുടുംബമാണ് മർക്കോസിന്റെ കുടുംബം. നമുക്കറിയാം, പല ഭവനങ്ങളിലും ചെല്ലുമ്പോ ഈ അവരുടെ ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടാകും. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് പെസഹ കഴിക്കുന്ന ഒരു പടം പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഞാൻ ഓർത്തു നോക്കിയേ, ആ മർക്കോസിന്റെ വീട് അന്ന്
യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തോണ്ടല്ലേ ആ വീടിന്റെ ഫോട്ടോ ഇന്ന് ഒത്തിരി വീടുകളിൽ ഇരിക്കുന്നത്, ഒത്തിരി ഭവനങ്ങളിൽ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീട് കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്താൽ നിങ്ങൾ ലോകത്തിൽ അറിയപ്പെടുന്നവരാക്കി മാറ്റാൻ നിങ്ങളെ കർത്താവിന് പറ്റും. നിങ്ങളെ കർത്താവ് ഉയർത്തും, കർത്താവ് നിങ്ങളെ മാനിക്കും. പ്രിയമുള്ളവരെ, ആ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബവും നമുക്ക് മാറ്റാം. ആ കർത്താവിന് വേണ്ടി നമുക്ക് നമ്മുടെ കുടുംബത്തെ തുറന്നിടാം എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഭവനത്തിലുള്ള രോധ എന്ന് പറയുന്ന ഒരു സഹോദരി ആ ഭവനത്തിലുണ്ടായിരുന്നു. ആ രോധയ്ക്ക് ആ വീട്ടിലെ പണിക്കാരത്തിയാ. ആ പണിക്കാരത്തിക്ക് ആ വീട്ടിൽ നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയായിത്തീരുന്നത്. രോധ എന്ന വാക്കിന്റെ അർത്ഥം റോസ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ഭവനത്തിലെ പരിചാരകയാണ്. ആ വീട്ടിലെ ഹൗസ് മെയ്ഡാണ് രോധ. മർക്കോസിന്റെ വീട്ടിലൊരു ഹൗസ് മെയ്ഡ് ഉണ്ടായിരുന്നു. ആ ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, അപ്പൊ മർക്കോസ് ഒരു വലിയ ഉന്നത കുടുംബത്തിലെ മനുഷ്യനാ, ഒരു ചെറുപ്പക്കാരനാ. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഒരു ഹൗസ് മെയ്ഡ് ഒന്നാണോ നമുക്കറിയത്തില്ല, ഹൗസ് മെയ്ഡുകളൊക്കെ ഉള്ള വീടാണ് ആ വീട്. ആ കാലത്ത് പോലും ഹൗസ് മെയ്ഡിനെയൊക്കെ വെച്ച് വീട്ടിലെ ജോലി ചെയ്യിക്കുന്ന ഒരു കുടുംബം. ആ രോധ പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പല വീടുകളിലും ഹൗസ് മെയ്ഡ് ഒക്കെ ഉണ്ട്. കാര്യം കർത്താവിനെ അറിഞ്ഞു, വീടൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു, വീടിൽ സൗകര്യങ്ങളൊക്കെ മാറി, വലിയ സെറ്റപ്പ് ഒക്കെ ആയി. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ഹൗസ് മെയ്ഡ് യേശുവിനെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവര് യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആള് ഈ യേശുവിനെ കേട്ടിട്ടുണ്ടോ? അവർക്ക് യേശുവിനെ കേൾക്കാൻ നിങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിൽ പുറത്തുനിന്ന് ഒത്തിരി ദിവാസന്മാർ വരുന്നുണ്ടായിരിക്കും. അവരെല്ലാം നിങ്ങളുടെ വീട്ടിൽ ശുശ്രൂഷിക്കുന്നുണ്ടായിരിക്കും. അവരെല്ലാം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവര് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവര് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ രോധയ്ക്ക് അവരുടെ ആ പ്രാർത്ഥനാ മീറ്റിംഗിൽ അവിടെ രോധയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പത്രോസ് എന്ന് കഥകെ മുട്ടുമ്പോ രോധയാണ് വന്നിട്ട് കഥ തുറക്കുന്നത്. ആ വീട്ടിലെ വേലക്കാരത്തിയാണ് വന്ന് കഥക് തുറക്കുന്നത്. കഥ തുറന്നിട്ട് അവൾ ഓടിച്ചെന്ന് അപ്പസ്തോലന്മാരോട് സംസാരിക്കുക. അവിടെ നേരെ ചെന്ന് സംസാരിക്കുന്നത് അപ്പസ്തോലന്മാരോട് സംസാരിക്കുന്നത്. പത്രോസ് വന്നു, പത്രോസിന്റെ ശബ്ദം ഞാൻ കേട്ടു, പത്രോസാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ഒന്നോർത്തേക്ക്, ആ വീട്ടിലെ വേലക്കാരത്തിക്ക് ആ വീട്ടിലെ പ്രാർത്ഥനയിൽ ഒരു സഭാ മെമ്പർ എന്ന പോലെ തന്നെ അവകാശമുണ്ടായിരുന്നു. അവൾ ചെന്ന് നേരെ മർക്കോസിന്റെ അമ്മയോടല്ല പറയുന്നത്, അവിടെ ശുശ്രൂഷയോട് പറയാ, പത്രോസ് വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൗസ് മെയ്ഡിനോട്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ നമ്മൾ മാറ്റി നിർത്തുവല്ലേ ചെയ്യുന്നത്? അവരും നിങ്ങളെപ്പോലെ തന്നെ കർത്താവിന് വിലപ്പെട്ടതാണ്. അവരും നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളുടെ ആത്മാവിന്റെ വില തന്നെയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ ആൾക്കും. ചിലപ്പോ അവർ നിങ്ങളുടെ വീട്ടിൽ പശുവിനെ കിടക്കാൻ വരുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വാഴയ്ക്ക് വളമിടാൻ വരുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വീട് അടിച്ചു തൂത്തുവാരാൻ വരുന്നതായിരിക്കും. അങ്ങനെ ഏത് പണിക്ക് വന്നാലും ഞാൻ നിങ്ങൾ പറയട്ടെ, അവരുടെ അകത്തെ ആത്മാവിന് ദൈവം ഇട്ടിരിക്കുന്ന വില ഭൂലോകത്തെക്കാൾ അധികമാണ്, ഭൂലോകത്തെക്കാൾ അധികം വിലയുള്ളതാ. അവർക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടോ? അവർക്ക് നിങ്ങളുടെ കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഇല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ വീണ്ടും രക്ഷിക്കപ്പെടേണ്ട അവസ്ഥയുണ്ട് എന്ന് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഒരുപോലെ കാണാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം അതാ പഠിപ്പിക്കുന്നത്. ആരെയും മാറ്റി നിർത്തുന്ന പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം. ആരെയും കുറഞ്ഞവരായി എണ്ണുന്ന പുസ്തകമല്ല ഈ പുസ്തകം എല്ലാവർക്കും ഒരേ വിലയിടുന്ന, പത്രോസിനിടുന്ന അതേ വില ആ വീട്ടിലെ രോധയ്ക്ക് കൊടുക്കുന്ന ആ ഒരു വില കൊടുക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഫിലിമോന്റെ ലേഖനം എഴുതുമ്പോ അപ്പോസ്തലൻ പൗലോസ് ഫിലിമോനോട് പറയാം, ഫിലിമോനെ, ഞാൻ നിന്റെ അടുത്തേക്ക് ഒരാളെ വിടുന്നുണ്ട്. അവൻ ഒനോസിമോസ് എന്ന അവന്റെ പേര്. അവൻ നിന്റെ വീട്ടിലെ വേലക്കാരനായിരുന്നു. അവൻ നിന്റെ വീട്ടിലെ അടിമയായിരുന്നു, വേലക്കാരനല്ല, ആ വീട്ടിലെ അടിമയായിരുന്നു. അവൻ നിന്റെ വീട്ടിൽ നിന്ന് വസ്തുവകയൊക്കെ മോഷ്ടിച്ചോണ്ട് പോയവനാ. പക്ഷെ തിരിച്ചു വരുന്നത് അവൻ നിന്റെ അടിമയായിട്ടല്ല വരുന്നത്. തിരിച്ച് ഞാൻ അങ്ങോട്ട് അയക്കുന്നത്, അവനെ തന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് അയക്കുക. പക്ഷെ ഞാൻ അവനെ നിന്റെ വീട്ടിലേക്ക് വിടുന്നത് ഇനി ഒരു അടിമയായിട്ടല്ല വിടുന്നത്, എന്നെ പോലെ നീ അവനെ കാണണം. ഫിലോമോനോട് പറയാ അവന്റെ വീട്ടിലെ അടിമ, വീട്ടിൽ നിന്ന് വസ്തുവക മോഷ്ടിച്ചോണ്ട് പോയ അടിമ, അവൻ രക്ഷിക്കപ്പെട്ടിട്ട് തിരിച്ച് ആ വീട്ടിലോട്ട് ചെല്ലുമ്പോ പൗലോസ് ഒരു കത്തെഴുതി കൊടുത്തു വിടുക. ഫിലമോനെ, നീ അവനെ കാണേണ്ടത് ഒരു കള്ളനായിട്ടല്ല കാണേണ്ടത്. ഫിലമോനെ, നീ അവനെ കാണേണ്ടത് ഒരു അടിമയായിട്ടല്ല കാണുന്നത്. നീ എന്നെ എങ്ങനെ കാണുന്നോ അതുപോലെ അവനെ കാണണം.
ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ പുസ്തകമല്ലാതെ വേറൊന്നുണ്ട്? യേശു അല്ലാതെ ഇതുപോലെ മനുഷ്യനെ സ്നേഹിക്കുന്ന ആരുണ്ട് പ്രിയമുള്ളവരെ? എല്ലാവരെയും ഒന്നുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരെയും ഒന്നുപോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മൾ മാറോട് ചേർത്ത് പിടിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഏറ്റുപറയുന്ന ഈ വിശുദ്ധ വേദപുസ്തകം. അതാണ് ഈ യേശുവിന്റെയും ഈ വേദപുസ്തകത്തിന്റെയും പ്രത്യേകത. ആ രോധയ്ക്ക് ആ വീട്ടിൽ സ്ഥാനമുണ്ടായിരുന്നു, ആ സഭയിൽ സ്ഥാനമുണ്ടായിരുന്നു, അവർക്ക് സംസാരിക്കാമായിരുന്നു. പണ്ടത്തെ കാലം, ആ 1-ാം നൂറ്റാണ്ടിലെ കാലം, സഹോദരിമാർക്ക് സംസാരിക്കാൻ അനുവാദമില്ലാത്ത കാലമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഈ രോധ ആ സഭയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ അടിമ, വീട്ടിലെ വേലക്കാരത്തി, അവള് അവിടെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് ഞാൻ ഓർത്തു നോക്കിക്കേ. പലപ്പോഴും നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് അവരെ മനുഷ്യരായി കാണാൻ നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ അവരെ സ്നേഹിക്കാറുണ്ടോ പ്രിയമുള്ളവരെ? അവർ മനുഷ്യരാ. കർത്താവ് നിങ്ങളെ കാണുന്ന പോലെ തന്നെ അവരെ കാണുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. രോധയും പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അവൾക്ക് പത്രോസിനെ നന്നായി അറിയാമായിരുന്നു. ഈ ദൈവദാസനെ നല്ല പരിചയം ഈ രോധയ്ക്കുണ്ടായിരുന്നു. കാരണം അവള് വീടിന്റെ പുറകിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആരെങ്കിലും വീട്ടിൽ വരുമ്പോ അവൾ വീടിന്റെ പുറകിലല്ല ഉണ്ടായിരുന്നത്. ആരെങ്കിലും വരുമ്പോ എല്ലാവരെയും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പണിക്കാരെല്ലാവരെ പരിചയപ്പെടണമെന്നൊന്നുമില്ല. ഒരു ദൈവദാസനാണ് വന്നിരിക്കുന്നത്. ആ ദൈവദാസന്റെ മീറ്റിംഗിൽ ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ആ ഭവനത്തിലെ അവളുടെ സ്ഥാനവും സ്വാതന്ത്ര്യവുമാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മളും നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു സ്ഥാനം നമ്മൾ കൽപ്പിക്കണം, അവർക്ക് ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം എന്ന് ഈ മർക്കോസിന്റെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന. പ്രിയമുള്ളവരെ, നാം ഭവനത്തിൽ മാത്രമല്ല മറ്റു രംഗങ്ങളിലും കീഴ് ജീവനക്കാരെ മനുഷ്യരായി കാണാനും അവരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി പെരുമാറാനും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മളത് ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ കരുതുമ്പോൾ അവരുടെ സഹകരണവും അവരുടെ സേവനവും ധാരാളമായി നമുക്ക് ലഭിക്കും. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരുടെ സേവനം നമുക്ക് അധികമായി കിട്ടും. അവർ സന്തോഷത്തോടെ നമ്മളെ സേവിക്കും, അവർ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, മർക്കോസിന്റെ കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. മർക്കോസിന്റെ കുടുംബം എക്കാലത്തും ഓർമ്മപ്പെടേണ്ട കുടുംബമാണ്. എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന കുടുംബമാണ്. പ്രിയമുള്ളവരെ, എന്ന കാര്യം കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു, കർത്താവിന് വേണ്ടി അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു, കർത്താവിന് വേണ്ടി അവരെ മുഴുവനായി, അവർക്കുള്ളത് മുഴുവനായി കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കുടുംബമായിരുന്നു മർക്കോസിന്റെ കുടുംബം. ഒരേ ഒരു മകനുള്ളവനെ കർത്താവിന് വിലക്ക് കൊടുക്കുന്ന കുടുംബമായിരുന്നു മർക്കോസിന്റെ കുടുംബം. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന കുടുംബമായിരുന്നു ആ കുടുംബം. ആ വീട്ടിലെ വേലക്കാരത്തിക്ക് പോലും നല്ല സ്ഥാനം കൊടുത്തിരുന്ന ഒരു കുടുംബമായിരുന്നു ആ കുടുംബം. അവരെ സ്നേഹിക്കുന്ന കുടുംബമായിരുന്നു ആ കുടുംബം. നമുക്കും ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളൊക്കെ ദൈവത്തിൽ അടയ്ക്കാം. പ്രിയമുള്ളവരെ, ആ മർക്കോസിന്റെ കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബവും കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാം. നമ്മുടെ വീടിന്റെ വാതിൽ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാം. ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാം. ദൈവമക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കാം. കാലങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആ മർക്കോസ് തീരുമാനിച്ചതുപോലെ പ്രിയമുള്ളവർ, നമുക്കും നമ്മുടെ ഇനിയുള്ള കാലം യേശുവിന് വേണ്ടി ജീവിക്കാൻ, മറ്റുള്ളവരുടെ യേശുവിനെ പറയാൻ മർക്കോസ് ആദ്യമായി സുവിശേഷം എഴുതി, മറ്റാരും എഴുതുന്നതിന് മുമ്പേ. എന്ന കാര്യം അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഈ സുവിശേഷം എല്ലാവരും അറിയണം, ഈ യേശുവിനെ എല്ലാവരും അറിയണം. നമുക്കും വിവിധ മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാം, വിവിധ സോഷ്യൽ മീഡിയകൾ നമുക്കുണ്ട്. അതൊക്കെ യേശുവിനെ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. മറ്റു പലതും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നവരാ, മറ്റു പലതും നമ്മൾ മറ്റുള്ളവർക്കായിട്ട് ഒക്കെ ഇട്ട് കൊടുക്കുന്നവരാ, ചുമ്മാ കോമഡികളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നവരാ. ആ സമയത്ത് നമുക്ക് ഈ സുവിശേഷം കൊടുക്കാം, നമുക്ക് ഈ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കാം. അവരും അറിയട്ടെ യേശുവിനെ, അവർ വിടുവിക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഒരുപോലെ കാണാൻ ആ മർക്കോസിന്റെ കുടുംബം പോലെ നമ്മുടെ കുടുംബവും എല്ലാവരെയും ഒരുപോലെ കാണുന്ന കുടുംബമായി മാറാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും മർക്കോസിന്റെ കുടുംബത്തെ കുറിച്ച് പഠിക്കാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. കർത്താവ്, ഞങ്ങളെയും ഞങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ മാത്രമല്ല, ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടിയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ
പിതാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒന്നുപോലെ കാണാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ നന്മകളും കൊണ്ട് കർത്താവ് നിറയ്ക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഗോസ്ബൽ TV UP വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാജു പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മാധ്യമം കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് ഉപയോഗിച്ചല്ലോ, നന്ദി പറയുന്നു കർത്താവ്. ഇനിയും അനുഗ്രഹിക്കണം. ഇനിയും പുതിയ പുതിയ മാധ്യമങ്ങളെ കർത്താവ് കൊടുക്കണം. അത്ഭുതമായി തീരണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന് അവസരം തന്ന പ്രിയ സാജു പാസ്റ്ററോടും ഗോസ്ബൽ TVയോടും ഉള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ പുന്നൂസ്തോടുകൂടെയുള്ള നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചനകൾ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. പാസ്റ്ററെ വളരെ നന്ദി. ദൈവം സഹായിക്കട്ടെ. ഇത്രയും സമയം ക്ഷമയോടുകൂടി ഇത് കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഗോസ്ബൽ TV എല്ലാ ദിവസവും രാവിലെ 7 തൊട്ട് 8 മണി വരെ, വൈകുന്നേരം 6 തൊട്ട് 7 മണി വരെ, 8 തൊട്ട് 9 മണി വരെയും കൃത്യമായി ബൈബിൾ ക്ലാസ് മലയാളത്തിൽ ഉണ്ട്. നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. എല്ലാവരോടും